Today, our topic is ducts used in എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. കണ്ടീഷൻ ചെയ്ത എയറിനെ നമുക്ക് ആ എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് നമ്മുടെ കൺഫൈൻഡ് സ്പേസ്, അത് റൂം ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റൂംസ് ആകാം, അല്ലെങ്കിൽ സോൺസ് ആകാം, അല്ലെങ്കിൽ ഒരു വലിയ ഹാൾ, ഓഡിറ്റോറിയം, അങ്ങനെയൊക്കെ ആകാം. എനിവേ, കണ്ടീഷൻ ചെയ്ത എയറിനെ നമുക്ക് ആ ഒരു കൺഫൈൻഡ് സ്പേസിലേക്ക് എത്തിക്കണം. അപ്പോൾ കണ്ടീഷൻ ചെയ്ത എയറിനെ ട്രാവൽ ചെയ്യണം ആ AC പ്ലാന്റിൽ നിന്ന് റൂമിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു പാത്ത്, അതാണ് ഡക്റ്റ് വഴി പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഡക്റ്റിൽ കൂടെയാണ് ഈ കണ്ടീഷൻ ചെയ്ത എയർ നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് കൊണ്ടുചെല്ലുക. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡക്റ്റ്. The conditioned air needs to be properly and uniformly distributed within the enclosed space to meet the comfort requirements of the occupants. ഒന്നുമില്ല, നമുക്ക് കണ്ടീഷൻ ചെയ്ത എയർ ഉണ്ട്. ആ എയറിനെ ഓരോ സോണിലേക്കും സപ്ലൈ ചെയ്യണം. അപ്പോൾ അത് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം. അപ്പോൾ അതിൻ്റെ മെയിൻ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡക്റ്റിനാണ്. ഡക്റ്റാണ് ഈ എയറിനെ, കണ്ടീഷൻ ചെയ്ത എയറിനെ കൊണ്ട് ഏതാണോ നമുക്ക് സ്പേസ് കൂൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്പേസിലേക്ക് എത്തിക്കുന്നത്. ദെൻ ദ ഡക്റ്റ് സിസ്റ്റം കൺവേ ദ കണ്ടീഷൻഡ് എയർ ഫ്രം ദ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ് ടു ദ പ്രോപ്പർ എയർ ഡിസ്ട്രിബ്യൂഷൻ പോയിൻറ്റ്സ് ഓർ സപ്ലൈ ഔട്ട്ലെറ്റ്സ്. അപ്പോൾ ഡക്റ്റ് എന്താ ചെയ്യുന്നത്? ഈ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റിൽ നിന്ന് കണ്ടീഷൻ ചെയ്ത എയറിനെ സപ്ലൈ ഡക്റ്റ് വഴി റൂമിൻ്റെ പല പല ഔട്ട്ലെറ്റിലേക്ക് എത്തിക്കുക. അതാണ് ഡക്റ്റിൻ്റെ ഉദ്ദേശം, സപ്ലൈ ഡക്റ്റിൻ്റെ ഉദ്ദേശം. ദെൻ ഇൻ ദ റൂം ആൻഡ് ക്യാരി ദ റിട്ടേൺ എയർ ഫ്രം ദ റൂം ബാക്ക് ടു ദ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്. ഇനി അതിനുശേഷം റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ എയർ, അതിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു റിട്ടേൺ ഡക്റ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇനി ആ റിട്ടേൺ എയറിൽ തന്നെ കുറച്ച് എമൗണ്ട് എയറിനെയാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ റീസർക്കുലേറ്റ് എയർ എന്നൊക്കെ പറയും. അപ്പം ഇത്തരത്തിൽ സപ്ലൈ എയറിന് റിട്ടേൺ എയറിനൊക്കെ ഫ്ലോ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാകണം, ഒരു ഡക്റ്റ് സിസ്റ്റം അവിടെ ഉണ്ടാകണം. കാരണം ഈ ഡക്റ്റ് വഴിയാണ് ഫുള്ള് എയർ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ എയറിൻ്റെ കണ്ടീഷൻ, സപ്ലൈ എയറിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ റിട്ടേൺ എയറിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ഡക്റ്റ് വഴിയാണ്. ദെൻ ഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ സപ്ലൈ എയർ ഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാം, ദ ഡക്റ്റ് വിച്ച് സപ്ലൈസ് ദ കണ്ടീഷൻഡ് എയർ ഫ്രം ദ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ് ടു ദ സ്പേസ് ടു ബി കണ്ടീഷൻ. അപ്പോൾ സപ്ലൈ ഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ ട്രാവൽ ചെയ്യുന്ന ഡക്റ്റ് എന്താണോ അതാണ് സപ്ലൈ എയർ ഡക്റ്റ്. ദെൻ റിട്ടേൺ എയർ ഡക്റ്റ് എന്ന് പറയുമ്പോൾ ദ ഡക്റ്റ് വിച്ച് ക്യാരീസ് ദ റീസർക്കുലേറ്റിംഗ് എയർ ഫ്രം ദ കണ്ടീഷൻ സ്പേസ് ബാക്ക് ടു ദ എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്. അപ്പോൾ റൂമിൽ നിന്ന് റിട്ടേൺ എയറിന് ഫ്ലോ ചെയ്യാനുള്ള പ്രൊവിഷൻ, ആ റിട്ടേൺ എയറിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഡക്റ്റിനെയാണ് നമ്മൾ റിട്ടേൺ എയർ ഡക്റ്റ് എന്ന് പറയുക. ഇനി അടുത്താണ് ഫ്രഷ് എയർ ഡക്റ്റ്. ദ ഡക്റ്റ് വിച്ച് ക്യാരീസ് ദ ഔട്ട്സൈഡ് എയർ. നമുക്കറിയാം ഫ്രഷ് എയറും റീസർക്കുലേറ്റഡ് എയറും കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് എയറിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ഡക്റ്റിനെയാണ് നമ്മൾ ഫ്രഷ് എയർ ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഡക്റ്റും എന്താ ചെയ്യുന്നത്? എയറിനെ ക്യാരി ചെയ്യുന്നു. സപ്ലൈ എയറിനെ ക്യാരി ചെയ്യുന്ന ഡക്റ്റിനെ സപ്ലൈ ഡക്റ്റ് എന്ന് വിളിക്കുന്നു. റിട്ടേൺ എയറിനെ ക്യാരി ചെയ്യുന്ന ഡക്റ്റിനെ റിട്ടേൺ ഡക്റ്റ് എന്നും, ഫ്രഷ് എയറിനെ ക്യാരി ചെയ്യുന്ന ഡക്റ്റിനെ ഫ്രഷ് എയർ ഡക്റ്റ് എന്നും പറയുന്നു. ഇനി അടുത്തതാണ് ലോ പ്രഷർ ഡക്റ്റ്. വെൻ ദ സ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ ഡക്റ്റ് ഈസ് ലെസ് ദാൻ 50 mm ഓഫ് വാട്ടർ ഗേജ് ദ ഡക്റ്റ് ഈസ് സെഡ് ടു ബി ലോ പ്രഷർ ഡക്റ്റ്. അപ്പോൾ പ്രഷർ കുറഞ്ഞിട്ടുള്ള, സ്റ്റാറ്റിക് പ്രഷർ എന്താണ്, അതുപോലെ ഡൈനാമിക് പ്രഷർ എന്താണ് തുടങ്ങിയ കുറച്ച് ടേംസുകളുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. എനിവേ, ഇപ്പോൾ ഇത്രയും ഓർക്കുക, ഒരു ഡക്റ്റിനകത്തുള്ള പ്രഷർ, എയറിൻ്റെ പ്രഷർ, ആ പ്രഷർ കുറവാണെങ്കിൽ നമ്മൾ അതിനെ ലോ പ്രഷർ ഡക്റ്റ് എന്ന് വിളിക്കും. മീൻസ് ലെസ് ദാൻ 50 mm ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ അവിടെ പ്രഷർ കുറവുള്ള ഡക്റ്റിനെ നമ്മൾ ലോ പ്രഷർ ഡക്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി പ്രഷർ മീഡിയം ഉള്ളതിനെ മീഡിയം പ്രഷർ ഡക്റ്റ് എന്നും, ഹൈ ആണെങ്കിൽ ഹൈ പ്രഷർ ഡക്റ്റ് എന്ന് വിളിക്കുന്നു. വെൻ ദ സ്റ്റാറ്റിക് പ്രഷർ ഇൻ ദ ഡക്റ്റ്
is up to 150 mm of water gauge, then the duct is said to be medium pressure duct. അപ്പോൾ ആ ഡക്റ്റിനകത്തെ പ്രഷർ ഈ 150 mm വരെയുള്ള പ്രഷറാണ്, 150 mm ഓഫ് വാട്ടർ വരെയുള്ള പ്രഷറാണെങ്കിൽ നമ്മളതിനെ മീഡിയം പ്രഷർ ഡക്റ്റ് എന്ന് വിളിക്കുന്നു. ദെൻ ഹൈ പ്രഷർ ഡക്റ്റ് എന്ന് പറയുമ്പോൾ when the static pressure in the duct is from 150 to 250 mm of water gauge. അപ്പോൾ ലോ പ്രഷർ, മീഡിയം പ്രഷർ, ഹൈ പ്രഷർ. അപ്പോൾ ഡക്റ്റിനകത്തെ സ്റ്റാറ്റിക് പ്രഷർ എന്താണോ ആ പ്രഷറിനനുസരിച്ചാണ് നമ്മൾ ഡക്റ്റിനെ മൂന്നായിട്ട് തിരിക്കുന്നത്. സ്റ്റാറ്റിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഡക്റ്റായിട്ട് എടുത്തു, ആ ഡക്റ്റിനകത്ത് എയർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ എയർ ഈ ഡക്റ്റിന് എന്ത് ചെയ്യുന്നു, ഡക്റ്റിലൊരു ഫോഴ്സ്, ഒരു പ്രഷർ കൊടുക്കുന്നു. ഓക്കെ, ഈ ഡക്റ്റിനകത്തുള്ള എയർ ഈ ഡക്റ്റിൻ്റെ സർഫസിൽ ഇത്തരത്തിൽ ഒരു പ്രഷർ കൊടുക്കുന്നു. ഓക്കെ, ആ പ്രഷറിനെയാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് വെലോസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ലോ വെലോസിറ്റി ഡക്റ്റ്, വെൻ ദ വെലോസിറ്റി ഓഫ് എയർ ഇൻ ദ ഡക്റ്റ് ഈസ് അപ് ടു 600 meter per minute, then the duct is said to be a low velocity duct. ഇനി അടുത്തതാണ് ഹൈ വെലോസിറ്റി ഡക്റ്റ്. When the velocity of air in the duct is more than 600 meter per minute, then the duct is said to be high velocity duct. അപ്പോൾ വെലോസിറ്റി അനുസരിച്ച് ലോ വെലോസിറ്റി, ഹൈ വെലോസിറ്റി എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് ഡക്റ്റിനകത്തുള്ള പ്രഷർ എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രഷർ ഇൻ ഡക്ട്സ്. ഓക്കെ, നമുക്ക് 3 പ്രഷറാണ് നമ്മൾ മെയിനായിട്ട് ഡക്റ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. സ്റ്റാറ്റിക് പ്രഷർ, ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ, ടോട്ടൽ പ്രഷർ. അപ്പോൾ നമുക്ക് ഈ 3 പ്രഷറാണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സ്റ്റാറ്റിക്, ഡൈനാമിക് ആൻഡ് ടോട്ടൽ പ്രഷർ. ഓരോന്നും എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് പ്രഷർ, ആ പേര് പോലെ തന്നെ സ്റ്റില്ലായിട്ടുള്ള, സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രഷർ. ദ സ്റ്റാറ്റിക് പ്രഷർ ഓൾവേസ് എക്സിറ്റ്സ് ഇൻ എ ഡക്റ്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു ഡക്റ്റിനകത്ത് എയർ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാറ്റിക് പ്രഷറുണ്ട്. മീൻസ് അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു പ്രഷർ എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. നമുക്ക് നോക്കാം. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ എയർ മൂവ്മെൻറ്റ്, ദെയർഫോർ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് പ്രഷർ. ദിസ് ടൈപ്പ് ഓഫ് പ്രഷർ പുഷസ് എഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് ദ ഡക്റ്റ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളൊരു ഡക്റ്റ് എടുത്തു, അതിനകത്ത് കണ്ടീഷൻ ചെയ്ത എയർ ഉണ്ട് എന്ന് കരുതുക. കണ്ടീഷൻ ചെയ്ത എയർ ഉണ്ട്. ദെൻ ഈ കണ്ടീഷൻ ചെയ്ത എയർ ഈ വാൾസിൽ ചെലുത്തുന്ന പ്രഷർ എന്താണോ ആ പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എയർ സ്റ്റില്ലായി നിൽക്കുമ്പോൾ ഈ എന്തുമാത്രം ആണോ ആ ഒരു വാളിൽ ചെലുത്തുന്ന ഫോഴ്സ്, ഒരു പ്രഷർ, ആ പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഈ സ്റ്റാറ്റിക് പ്രഷർ നമ്മൾ എയർ ഫ്ലോ, ഇപ്പം ഈ ഒരു ഡക്റ്റിൽ കൂടെ എയർ, കണ്ടീഷൻ ചെയ്ത എയർ ഫ്ലോ ചെയ്യുന്നുണ്ടെന്നൊക്കെ കരുതുക. പക്ഷേ ആ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റിയും ഈ സ്റ്റാറ്റിക് പ്രഷറും തമ്മിലൊരു ബന്ധവുമില്ല. സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ സർഫസിൽ, വാൾസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുക. അപ്പോൾ അതാണ് ഈ സ്റ്റാറ്റിക് പ്രഷർ നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ എയർ മൂവ്മെൻറ്റ്. ഇപ്പോൾ എയർ മൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എയറിൻ്റെ വെലോസിറ്റി ഉണ്ടോ, അപ്പോൾ അതൊന്നും ഈ സ്റ്റാറ്റിക് പ്രഷറിനെ ബാധിക്കില്ല. സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് ഈ ഡക്റ്റിൻ്റെ വാൾസിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രഷർ, അല്ലെങ്കിൽ അവിടെ ആ ഡക്റ്റിൻ്റെ ഓരോ ഡക്റ്റിനെ പുഷ് ചെയ്യുന്ന ഒരു ഫീലിംഗ്. ദിസ് ടൈപ്പ് ഓഫ് പ്രഷർ പുഷസ് എഗെയിൻസ്റ്റ് ദ വാൾ ഓഫ് ദ ഡക്റ്റ്. അതാണ് സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുമ്പോൾ. ദെൻ അടുത്തതാണ് ഡൈനാമിക്. അപ്പോൾ പേര് പോലെ തന്നെ ഒരു മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ വെലോസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രഷറാണ് ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ എന്ന് പറയുന്നത്. ദ ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ ഈസ് ഈക്വൽ ടു ദ ഡ്രോപ്പ് ഇൻ സ്റ്റാറ്റിക് പ്രഷർ നെസസറി ടു പ്രൊഡ്യൂസ് എ ഗിവൺ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു ഡക്റ്റ് ഉണ്ട്. ഡക്റ്റിൻ്റെ ഈ ഒരു പോർഷനിൽ സ്റ്റാറ്റിക് പ്രഷർ വളരെ ഹൈ ആണ്, ഈ ഒരു പോർഷനിൽ സ്റ്റാറ്റിക് പ്രഷർ വളരെ ലോ ആണ്. നമുക്കറിയാം എപ്പോഴും ഒരു മൂവ്മെൻറ്റ്, ഒരു ഫ്ലോ ഉണ്ടാകുന്നത് ഹൈ പ്രഷർ ടു ലോ പ്രഷറാണ്. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഒരു ഫ്ലോ ഉണ്ടാകുന്നു. ദെൻ ഈ ഒരു ഫ്ലോ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? ഈ പ്രഷർ ഡിഫറൻസിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഓക്കെ, ദ ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ ഈസ് ഈക്വൽ ടു ദ ഡ്രോപ്പ് ഇൻ സ്റ്റാറ്റിക് പ്രഷർ.
അപ്പോൾ ഞാൻ നേരത്തെ ഡയഗ്രത്തിൽ കാണിച്ച പോലെ ഒരു ഹൈ പ്രഷറുണ്ട്, ലോ പ്രഷറുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റാറ്റിക് പ്രഷറുണ്ട്, ലോ സ്റ്റാറ്റിക് പ്രഷറുണ്ട്. അപ്പോൾ അവിടെ ഈ ഹൈയിൽ നിന്ന് ലോ സ്റ്റാറ്റിക് പ്രഷറിലേക്ക് മാറിയപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് പ്രഷറിന് എന്തുമാത്രമാണോ ലോസ് ഉണ്ടായത് അതാണ് ഈക്വൽ ടു ദ ഡൈനാമിക് പ്രഷർ. അപ്പോൾ ദ ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ ഈസ് ഈക്വൽ ടു ദ ഡ്രോപ്പ് ഇൻ സ്റ്റാറ്റിക് പ്രഷർ നെസസറി ടു പ്രൊഡ്യൂസ് എ ഗിവൺ ഫ്ലോ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ഡക്റ്റ് എടുത്തു, ആ ഡക്റ്റിൻ്റെ ഈ ഒരു ലൊക്കേഷനും സെയിം പ്രഷർ ആണെങ്കിൽ അവിടെ ഫ്ലോ ഉണ്ടാകുന്നില്ല. മറിച്ച് ഒരു ഹൈ പ്രഷറും ഒരു ലോ പ്രഷറും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഫ്ലോ ഉണ്ടാവുക. ദെൻ ഇതുപോലെ തന്നെ കൺവേഴ്സ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ഇൻക്രീസ് ഓഫ് സ്റ്റാറ്റിക് പ്രഷർ പോസിബിൾ വെൻ ദ വെലോസിറ്റി ഈസ് റെഡ്യൂസ് ടു 0. ഇനി ഇതുപോലെ തന്നെ നമ്മളൊരു വെലോസിറ്റി ഗ്രാജുവലി കുറഞ്ഞു വരിക. അതായത് കാണിക്കാം, ഒരു ഡക്റ്റ് എടുത്തു, അപ്പോൾ ആ ഡക്റ്റിൽ ഇവിടെ ഹൈ ആയിട്ടുള്ള വെലോസിറ്റി പ്രഷർ ഉണ്ടെന്ന് കരുതുക. വെലോസിറ്റി പ്രഷർ ഇവിടെ ഹൈ ആണ്, ഇവിടെ ലോ വെലോസിറ്റി പ്രഷറാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇത് സംഭവിച്ചു, വെലോസിറ്റി പ്രഷറിന് ഒരു റിഡക്ഷൻ ഉണ്ടായി. ഓക്കെ, വെലോസിറ്റി പ്രഷറിന് റിഡക്ഷൻ ഉണ്ടായാൽ അതിൻ്റെ മീനിങ് എന്താ? അവിടെ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പൈപ്പ് എടുത്തു, ഡക്റ്റ് എടുത്ത് നോച്ചു, ഡക്റ്റ് അത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇപ്പോൾ ഒരു ഡക്റ്റ് എടുത്തു, അതിൻ്റെ ക്രോസ് സെക്ഷൻ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഡക്റ്റിൽ കൂടെ ഹൈ വെലോസിറ്റി ഉള്ള ഒരു എന്താ സംഭവിക്കുന്നത്, ഹൈ വെലോസിറ്റിയിലുള്ള ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ ആണ് ഫ്ലോ ചെയ്യുന്നത് കരുതുക. അപ്പോൾ സഡനായിട്ട് അതിനൊരു എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറയുന്നു. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു സ്റ്റാറ്റിക് പ്രഷർ ബിൽഡ് ചെയ്തു. കാരണം വെലോസിറ്റി കുറഞ്ഞാൽ എങ്ങനെയാണ് പ്രഷർ ബിൽഡപ്പ് ആവുക? കാരണം ഈ ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ എന്ന് പറയുന്നത് വെലോസിറ്റിയെ ആശ്രയിച്ചിരിക്കും. അത് നമ്മൾ പിന്നീട് പഠിക്കും, അതിൻ്റെ ഇക്വേഷനിലേക്ക് വരാനകത്ത് പഠിക്കും. അപ്പോൾ ഇത്ര ഓർക്കുക, അവിടെ നേരത്തെ കാണിച്ച ഡയഗ്രത്തിൽ ആ സഡൻ ആയിട്ടൊരു ഇൻക്രീസ് ഇൻ ഏരിയ വന്നപ്പോൾ അവിടെ വെലോസിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടായി, വെലോസിറ്റി കുറഞ്ഞു. അപ്പോൾ അവിടെ ആയിട്ടൊരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടായി. ആ പ്രഷർ എന്ന് പറയുന്നത് അവിടെ ബിൽഡ് ചെയ്യുന്നത് സ്റ്റാറ്റിക് പ്രഷറാണ്. അപ്പോൾ ഈ ഡൈനാമിക് പ്രഷർ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് വെലോസിറ്റിയെ ആശ്രയിച്ചിരിക്കും. കാരണം ഈ സ്റ്റാറ്റിക് പ്രഷറിനുണ്ടാകുന്ന റിഡക്ഷൻ ഈസ് ഈക്വൽ ടു ദ ഡൈനാമിക് പ്രഷറിനുണ്ടാകുന്ന ഒരു ഇൻക്രീസാണ്. ഓക്കെ, അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ചിന്തിക്കാം, ഡൈനാമിക് പ്രഷറിനുണ്ടാകുന്ന ഒരു കുറവെന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റിക് പ്രഷറിനുണ്ടാകുന്ന ഒരു ഇൻക്രീസാണ്. ഓക്കെ, അതായത് ഇപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ മീനിങ് എന്താ? ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്ന അവിടെ കൂടുന്നു, ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ എന്ന് പറയുന്ന അവിടെ കൂടുന്നു. തിരിച്ച് ഇതുപോലെ നമുക്കൊന്ന് ചിന്തിക്കാം, ഈ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത് കുറയുന്നു. അങ്ങനെയെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് കൂടുന്നു. ഇപ്പോൾ രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻ്റ് ആണ്. ഒന്ന് കുറഞ്ഞാൽ അടുത്തത് കൂടുന്നു. അപ്പോൾ ഈ ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മുടെ ഈ ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വെലോസിറ്റി കൂടുന്നു, വെലോസിറ്റി കുറയുന്നു എന്നതനുസരിച്ച് ഡൈനാമിക് പ്രഷറിന് ഒരു വേരിയേഷൻ ഉണ്ടാകും. അതെങ്ങനെയാണെന്നുള്ളത് ഇക്വേഷൻ കാണാൻ നേരത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇത്ര ഓർത്ത് നോക്കുക, സ്റ്റാറ്റിക് പ്രഷറിനും ഡൈനാമിക് പ്രഷറും അത് രണ്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റിക് പ്രഷർ കൂടിയാൽ ഡൈനാമിക് പ്രഷർ കുറയും, ഡൈനാമിക് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ സ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഡൈനാമിക് പ്രഷർ എന്ന് പറയുന്നത് വെലോസിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ അതിനൊരു ഇൻക്രീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഫ്ലോയുടെ വെലോസിറ്റി പെട്ടെന്ന് കുറയുന്നു. അപ്പോൾ ഫ്ലോയുടെ വെലോസിറ്റി കുറയുമ്പോൾ അവിടെ ഒരു പ്രഷർ ബിൽഡപ്പ് ആകുന്നു. ഫ്ലോ വെലോസിറ്റി കുറഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ ഡൈനാമിക് പ്രഷർ കുറഞ്ഞു എന്നുള്ളതാണ്. ഡൈനാമിക് പ്രഷർ കുറഞ്ഞു മീൻസ് അവിടെ സ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ വെലോസിറ്റിയും ഈ പറയുന്ന ഡൈനാമിക് പ്രഷർ അല്ലെങ്കിൽ വെലോസിറ്റി പ്രഷറും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ എന്ന് പറയാൻ കാരണം വെലോസിറ്റിയെ ആശ്രയിച്ചാണ് ഈ ഒരു പ്രഷർ ഇരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റിക്കൊരു റിഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഡൈനാമിക് പ്രഷറിനെ ബാധിക്കും, ഡൈനാമിക് പ്രഷർ കുറയും. വെലോസിറ്റിക്ക് ഒരു ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൈനാമിക് പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ നമുക്കത് ഇക്വേഷൻ നോക്കാൻ നേരത്ത് പഠിക്കാം. അപ്പോൾ എനിവേ ഇത്രയും ഓർത്ത് വെക്കുക, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ സമ്മ. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക്ക. ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാകും, സ്റ്റാറ്റിക് കുറയുവാണെങ്കിൽ ടോട്ടൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന് കരുതുക, സ്റ്റാറ്റിക് കുറയുവാണെങ്കിൽ ഡൈനാമിക് കൂടും, ഇനി ഡൈനാമിക് കുറയുവാണെങ്കിൽ സ്റ്റാറ്റിക് കൂടും. ഓക്കെ, അപ്പോഴും ബാലൻസ് ചെയ്ത് ടോട്ടൽ പ്രഷർ നിൽക്കും. അപ്പോൾ പി എസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പ്രഷറും പി വി എന്ന് പറയുന്നത് ഡൈനാമിക് പ്രഷറും. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. ഓക്കെ, ഡെറിവേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്താണ് സ്റ്റാറ്റിക് പ്രഷർ, അതിൻ്റെ സ്റ്റാറ്റിക് പ്രഷറല്ല ഡൈനാമിക് പ്രഷർ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, അത് എങ്ങനെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കാം. അപ്പോൾ ഇത് ഒരു ഡക്റ്റ് എടുക്കുക. അപ്പോൾ ആ ഡക്റ്റിൻ്റെ ക്രോസ് സെക്ഷൻ 1 ആണ് ഒരു ക്രോസ് സെക്ഷൻ, 2 എന്ന് പറയുന്ന അടുത്ത ഒരു സെക്ഷനായിട്ട് നമ്മൾ എടുത്തു. ഒരു ഡക്റ്റിൻ്റെ 1 എന്ന സെക്ഷനും 2 എന്ന് പറയുന്ന സെക്ഷനും എടുത്തു. ആ 1 വെലോസിറ്റി V1 ആണ്, 2 വെലോസിറ്റി V2 ആണ്. ദെൻ 1 ഡേറ്റം ഹൈറ്റ് Z1ഉം 2 ഡേറ്റം ഹൈറ്റ് Z2 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമുക്കറിയാം, AV ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ A1 V1 ഈക്വൽ ടു A2 V2 ആയിരിക്കും. നമുക്കറിയാം Q ഈസിക്കൽ ടു AV, ഡിസ്ചാർജ് ഈസിക്കൽ ടു AV എന്നറിയാം. സോ Q1ഉം Q2ഉം ഈക്വൽ ആയിരിക്കും. ഇനി ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ M1ഉം M2ഉം ഈക്വലാണ്. കാരണം ഇവിടെയുള്ള M1ഉം ഇവിടെയുള്ള M2ഉം ഈക്വലാണ്. കാരണം മാസ് അതിൻ്റെ ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡക്റ്റിൻ്റെ കേസിൽ ഡിസ്ചാർജ് ഈക്വലാണ്, മാസ് ഈക്വലാണ്. ഇനി നമുക്ക് അടുത്തൊരു കേസ് പഠിക്കണം. അതായത് ഇവിടെ ഡക്റ്റ് ബ്രാഞ്ച് ആയിട്ട് പോകുകയെന്ന് കരുതിയോ. അതായത് ഇവിടെ ഒരു മെയിൻ ഡക്റ്റ് ഉണ്ട്, ആ ഡക്റ്റ് ഈ കാണുന്ന രീതിയിൽ 2 എന്ന് പറയുന്നതും 3 എന്ന് പറയുന്ന ഡക്റ്റുമായിട്ട് ബ്രാഞ്ച് ചെയ്ത് പോകുന്നു എന്ന് കരുതുക. അപ്പോൾ 1 എന്ന് പറയുന്ന ഡക്റ്റ് 2ഉം 3 ആയിട്ട് ബ്രാഞ്ച് ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ 1 ഡിസ്ചാർജ് Q1 ആണെങ്കിൽ 2 3 ഡിസ്ചാർജ് Q2ഉം Q3 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റിലേഷൻ Q1 ഈക്വൽ ടു Q2 പ്ലസ് Q3. ഇതൊക്കെ നിങ്ങൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ Q1 ഈക്വൽ ടു Q2 പ്ലസ് Q3 എന്ന് എഴുതാം. അതുപോലെ തന്നെ M1 ഈക്വൽ ടു M2 പ്ലസ് M3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു കേസും അതോടൊപ്പം തന്നെ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് പോകുന്ന കേസിലുള്ള ഡിസ്ചാർജിൻ്റെ മാസിൻ്റെ റിലേഷൻ. അപ്പോൾ Q1 അല്ലെങ്കിൽ 1 എന്ന് സൂചിപ്പിക്കുന്ന എല്ലാം 1 സെക്ഷനിലാണ്, 2 എന്ന് സൂചിപ്പിക്കുന്ന എല്ലാം 2 സെക്ഷനിലാണ്, 3 എന്ന് സൂചിപ്പിക്കുന്ന എല്ലാം 3 സെക്ഷൻ. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ 1 ഡിസ്ചാർജ്, M1 എന്ന് പറഞ്ഞാൽ 1 മാസ് ഫ്ലോ റേറ്റ്, A1 എന്ന് പറഞ്ഞാൽ 1 ക്രോസ് സെക്ഷൻ ഏരിയ, V1 എന്ന് പറഞ്ഞാൽ 1 വെലോസിറ്റി, ρ1 എന്ന് പറഞ്ഞാൽ 1 ഡെൻസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ 1 2 എന്ന് പറയുന്ന ഒരു സെയിം ഡക്റ്റിൻ്റെ 1ഉം 2ഉം സെക്ഷൻ എടുത്താൽ നമുക്ക് Q1 ഈക്വൽ ടു Q2 ഈക്വൽ, അതോടൊപ്പം തന്നെ M1 ഈക്വൽ ടു M2. അതുപോലെ ഇങ്ങനെ ബ്രാഞ്ചായിട്ട് പോവുകയാണെങ്കിൽ Q1 ഈക്വൽ ടു Q2 പ്ലസ് Q3, M1 ഈക്വൽ ടു M2 പ്ലസ് M3. ഇനി നമുക്ക് ഡൈനാമിക് പ്രഷർ നമ്മൾ പറഞ്ഞു, അത് വെലോസിറ്റി ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ വെലോസിറ്റി പ്രഷർ എന്ന് പറയുക. അതെങ്ങനെ അതിൻ്റെ റിലേഷൻ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ബെർണോളിസ് ഇക്വേഷൻ എടുക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ഡക്റ്റിൻ്റെ ബെർണോളിസ് ഇക്വേഷൻ എടുക്കുന്നു. ഡക്റ്റ് മീൻസ് ഈ ഒരു ഡക്റ്റിൽ അതിൻ്റെ 1 സെക്ഷൻ എടുത്തു, 2 എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു. അപ്പോൾ നമ്മൾ 1ലും 2ലുമായിട്ട് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ഇപ്പം ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു ഫ്രിക്ഷൻലെസ് ഇൻകംപ്രസിബിൾ സ്റ്റഡി ഫ്ലോയിലായിരിക്കും. ഇൻകംപ്രസിബിൾ ഫ്രിക്ഷൻലെസ് 1 ഡയമെൻഷണൽ സ്റ്റഡി ഫ്ലോയിലായിരിക്കും നമ്മൾ ഈ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുവാണ് നമ്മുടെ ഫ്ലോ, ഡക്റ്റിലുള്ള ഫ്ലോ എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്, അതുപോലെ 1 ഡയമെൻഷനിലാണ്, സ്റ്റഡി ഫ്ലോ ആണ് എന്ന അസംഷനിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ പറയുക P/ρ പ്ലസ് V²/2 പ്ലസ് G ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ P പ്ലസ് ρV²/2 പ്ലസ് ρG ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് ബെർണോളിസ് ഇക്വേഷൻ. നമ്മളിനി ഈ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ട ഡക്റ്റിൻ്റെ 1 എന്ന സെക്ഷനിലും 2 എന്ന സെക്ഷനിലും അപ്ലൈ ചെയ്യാൻ പോവുകയാണ്.
അപ്ലൈയിങ് ദിസ് ഇക്വേഷൻ ടു ദ ക്രോസ് സെക്ഷൻ 1 ആൻഡ് 2 ഓഫ് എ ഡക്റ്റ്. അങ്ങനെയെങ്കിൽ എന്ത് എഴുതും നമുക്ക്? P1 പ്ലസ് റോ 1 V1 സ്ക്വയർഡ് ബൈ 2 പ്ലസ് റോ 1 GZ1. അതാണ് എഴുതിയിരിക്കുന്നത്. P1 പ്ലസ് റോ 1 V1 സ്ക്വയർഡ് ബൈ 2 പ്ലസ് റോ 1 GZ1 ഈക്വൽ ടു P2 പ്ലസ് റോ 2 V2 സ്ക്വയർഡ് ബൈ 2 പ്ലസ് റോ 2 GZ2. അപ്പോൾ ഇവിടെ ഞാൻ P1 P2 എന്നാണ് പറഞ്ഞത്, കാരണം 1 2 എന്ന രീതിയിൽ തന്നെ എടുത്തു. പക്ഷേ അവിടെ PS1 അതുപോലെ PS2 എന്നാണ് പറയുന്നത്. ഈ PS1 PS2 ഉദ്ദേശിക്കുന്ന 1 1 എന്ന സെക്ഷനിലെയും 2 2 എന്ന സെക്ഷനിലെയും സ്റ്റാറ്റിക് പ്രഷറാണ്. ഇപ്പോൾ ബെർണോളിസ് ഇക്വേഷനിലെ ഒരു സെക്ഷനിലെ P എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ സ്റ്റാറ്റിക് പ്രഷറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ PS1 PS2 എന്ന് എഴുതാൻ കാരണം. അപ്പോൾ സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് റോ 1 V1 സ്ക്വയർ ബൈ 2 പ്ലസ് റോ 1 GZ1. അതുപോലെ സ്റ്റാറ്റിക് പ്രഷർ 2 എന്ന് പറഞ്ഞാൽ 2 എന്ന സെക്ഷനിലെ സ്റ്റാറ്റിക് പ്രഷർ, ദാറ്റ് ഈസ് PS2 പ്ലസ് റോ 2 V2 സ്ക്വയർ ബൈ 2 പ്ലസ് റോ 2 GZ2. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഡക്റ്റിൻ്റെ കേസിൽ നമ്മൾ Z1 Z2 കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ Z1 Z2 സെയിം ആണ് എന്ന് പറഞ്ഞാൽ ലെവൽ ഡിഫറൻസ് ഒന്നും ഇല്ലാതെയാണ് ഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ Z1 Z2 എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഒന്നും ഇല്ല എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ റോ 1 റോ 2 ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? റോ 1 റോ 2 ഈക്വൽ ആണ്, Z1 Z2 ഈക്വൽ ആണെങ്കിൽ ഈ ഒരു പാർട്ട് പോകുന്നു. ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഷർ എനർജി പ്ലസ് വെലോസിറ്റി എനർജി പ്ലസ് ഡേറ്റം എനർജിയാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൽ ഡേറ്റം എനർജി നമ്മളങ്ങ് കളയുന്നു, കാരണം റോ 1 റോ 2 ഈക്വൽ ആണ്, അതുപോലെ Z1 Z2 ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വരും? PS1 പ്ലസ് റോ 1 V1 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു PS2 പ്ലസ് റോ 2 V2 സ്ക്വയർ ബൈ 2. ഇവിടെ റോ 1 റോ 2 ഒന്നും പറയേണ്ട കാര്യമില്ല, റോ എന്ന് പറഞ്ഞാൽ മതി. അതായത് PS1 പ്ലസ് റോ V1 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു PS2 പ്ലസ് റോ V2 സ്ക്വയർ ബൈ 2. ഇനി നമ്മൾ ഈ റോ V1 സ്ക്വയർ ബൈ 2വിനെ PV1 എന്ന് വിളിച്ചു. മീൻസ് 1 1 എന്ന് പറയുന്ന ആ ക്രോസ് സെക്ഷനിലെ വെലോസിറ്റി പ്രഷർ ഓർ ഡൈനാമിക് പ്രഷർ. ഇതുപോലെ റോ V2 സ്ക്വയർ ബൈ 2 ഈ ടൈമിനെ നമ്മൾ എന്ത് വിളിച്ചു? PV2 എന്ന് വിളിച്ചു. എന്താണത്? ഡൈനാമിക് ഓർ വെലോസിറ്റി പ്രഷർ കറസ്പോണ്ട്സ് ടു ക്രോസ് സെക്ഷൻ 2 2. അപ്പോൾ 1 1 എന്ന ക്രോസ് സെക്ഷൻ എടുത്താൽ അവിടുത്തെ സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ ഈക്വൽ ടു 2 2 എന്ന സെക്ഷനിലെ സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ. നമുക്കറിയാം ബെർണോളിസ് പ്രിൻസിപ്പിൾ തന്നെ പറയുന്നത് ഓരോ സെക്ഷൻ എടുത്താൽ ആ ഒരു സെക്ഷനിലെ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 1 1 എന്ന സെക്ഷനിലെ ടോട്ടൽ എനർജി 2 2 എന്ന് പറയുന്ന ആ സെക്ഷനിലെ ടോട്ടൽ എനർജി ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇങ്ങനെ എഴുതാൻ കാരണം. അതായത് 1 1 എന്ന സെക്ഷനിലെ ടോട്ടൽ എനർജി ഈക്വൽ ടു 2 2 എന്ന സെക്ഷനിലെ ടോട്ടൽ എനർജി. ഇനി അതിൽ തന്നെയും ആ ടോട്ടൽ എനർജിയിൽ എന്ത് പെടുന്നുണ്ട്? സ്റ്റാറ്റിക് പ്രഷറും പെടുന്നുണ്ട്, ഡൈനാമിക് പ്രഷറും പെടുന്നുണ്ട്. അപ്പോൾ ഡൈനാമിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ V സ്ക്വയർഡ് ബൈ 2. റോ V സ്ക്വയർഡ് ബൈ 2 എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഓർ ഡൈനാമിക് പ്രഷർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി കൂടിയാൽ ഡൈനാമിക് പ്രഷർ കൂടും, വെലോസിറ്റി കുറഞ്ഞാൽ ഡൈനാമിക് പ്രഷർ കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കേസ് എടുക്കാം. ഡക്റ്റിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുന്നു, കണ്ടീഷൻ എയർ ഫ്ലോ ചെയ്യുന്നു. സഡനായിട്ട് അവിടെ ഒരു ഈ കാണുന്ന രീതിയിൽ ഇത് ഡയമീറ്റർ കൂടിയ ഒരു ഡക്റ്റാണ്. അവിടെ നിന്ന് പെട്ടെന്ന് ഡയമീറ്റർ കുറഞ്ഞ ഒരു ഡക്റ്റിലേക്ക് ഫ്ലോ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടും. അങ്ങനെ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഡൈനാമിക് പ്രഷർ കൂടും. ഡൈനാമിക് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കുറയും? സ്റ്റാറ്റിക് പ്രഷർ കുറയും. ഇനി അടുത്തൊരു കേസ് എടുക്കുന്നു. നമ്മൾ ഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, സ്മോൾ ഡി എന്ന് പറയുന്ന ഡയമീറ്ററിൽ നിന്ന് സഡൻ ആയിട്ട് ഡയമീറ്റർ ഒരു ഇൻക്രീസ് ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറയും. നമുക്കറിയാം ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും.
വെലോസിറ്റി കുറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഡൈനാമിക് പ്രഷർ കുറയും. അങ്ങനെ വരുമ്പോൾ സ്റ്റാറ്റിക് പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ എനിവേ സ്റ്റാറ്റിക് പ്രഷറിൻ്റെ ഇക്വേഷൻ, ഡൈനാമിക് പ്രഷറിൻ്റെ ഇക്വേഷൻ റോ വി സ്ക്വയർഡ് ബൈ 2. Then when the flow is frictionless and there is no pressure drop between the two sections, then the total pressure in the two sections will be equal. അതായത് ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോ പ്രഷർ ഡ്രോപ്പ് മീൻസ് നമ്മൾ നേരത്തെ കണ്ട ആ കേസിൽ 1-1 ടോട്ടൽ എനർജിയും 2-2 ടോട്ടൽ എനർജി ഈക്വലാണ്. ശരി, ഈ കണ്ടീഷൻ ചെയ്ത എയർ 1-1 എന്ന സെക്ഷനിൽ നിന്ന് 2-2 എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാൻ നേരത്ത് മറ്റ് പ്രഷർ ഡ്രോപ്പ് ഒന്നും ഇല്ല എങ്കിൽ, മറ്റ് പ്രഷർ ഡ്രോപ്പ് മീൻസ് ഫ്രിക്ഷൻ മൂലമുള്ള പ്രഷർ ഡ്രോപ്പ്. നിങ്ങൾ ഓൾറെഡി മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ ചെസീസ് ലോ അതുപോലെ ഡാർസി വേസ്റ്റ് ബാക്ക് ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ, ഫ്ലോ ഒരു പൈപ്പിൽ കൂടെ അല്ലെങ്കിൽ ലിക്വിഡ് ഒരു പൈപ്പിൽ കൂടെ ഒഴുകാൻ നേരത്ത് അവിടെ ഫ്രിക്ഷൻ മൂലം ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്, എനർജി നഷ്ടം, ഒരു ഹെഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഡാർസി വേസ്റ്റ് ബാക്ക് ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു, അതായത് ഈ ബെർണോളിസ് ഇക്വേഷനിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇവിടെ ഫ്രിക്ഷനൊന്നും ഇല്ല. അപ്പോൾ ഫ്രിക്ഷനൊന്നും ഇല്ലാത്ത കേസാണെങ്കിൽ അവിടെ മറ്റ് പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകത്തില്ല. കാരണം ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ മറ്റ് ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകും. അങ്ങനെ ഫ്രിക്ഷൻ മൂലം പ്രഷർ ഡ്രോപ്പ് ഒന്നും ഇല്ല എങ്കിൽ 1-1 എന്ന സെക്ഷനിലെയും 2-2 എന്ന് പറയുന്ന സെക്ഷനിലെയും ടോട്ടൽ പ്രഷർ ഈക്വൽ ആയിരിക്കും. ദെൻ ആ ടോട്ടൽ പ്രഷറിൽ 1-1 ആരൊക്കെയുണ്ട്? സ്റ്റാറ്റിക് പ്രഷറും ഡൈനാമിക് പ്രഷറും. 2-2 ആരൊക്കെയുണ്ട്? സ്റ്റാറ്റിക് പ്രഷറും ഡൈനാമിക് പ്രഷറും. ഇനി ഇൻ കേസ് ഒരു ഫ്രിക്ഷൻ ഉണ്ട്, പക്ഷേ ആക്ച്വൽ കേസിൽ എങ്ങനെയായാലും ഫ്രിക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ മൂലം ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകും. ആ പ്രഷർ ഡ്രോപ്പിനെ നമ്മൾ PL എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ 1-1 എന്ന് പറയുന്ന സെക്ഷനിലെ പ്രഷർ നമുക്കറിയാം സ്റ്റാറ്റിക് പ്രഷറും അതുപോലെ ഡൈനാമിക് പ്രഷറും ഉണ്ട്, കറസ്പോണ്ട്സ് ടു പോയിന്റ് ക്രോസ് സെക്ഷൻ 1-1. ഇനി 2-2 എന്ന് പറയുന്ന സെക്ഷൻ എടുക്കാൻ നേരത്ത് എന്താ സംഭവിക്കുക? ഈ എയർ 2-2 എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ഫ്ലോ ചെയ്യാൻ നേരത്ത് എങ്ങനെയായാലും ഡക്റ്റിനകത്ത് ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ ഓവർകം ചെയ്യണം. സോ അതിനുവേണ്ടി എനർജി നഷ്ടപ്പെടും, പ്രഷർ ലോസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് 2-2 എന്ന് പറയുന്ന സെക്ഷനിലെ സ്റ്റാറ്റിക് പ്രഷർ പ്ലസ് ഡൈനാമിക് പ്രഷർ പ്ലസ് അതിൻ്റെ കൂടെ ഈ ഫ്രിക്ഷൻ മൂലമുള്ള പ്രഷർ ലോസും കൂടെ വരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻ കേസ് ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ, പ്രഷർ ഡ്രോപ്പ് ഒന്നും ഇല്ല എങ്കിൽ 1-ലെ സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് പ്രഷർ എന്താണോ അതും 2-ലെ സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് പ്രഷറും ഈക്വൽ ആയിരിക്കും. പക്ഷേ ഫ്രിക്ഷൻ ഉണ്ട്, അവിടെ ഒരു ഫ്രിക്ഷൻ മൂലം ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ട് എങ്കിൽ 1-ലെ സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക് നോട്ട് ഈക്വൽ ടു 2-ലെ സ്റ്റാറ്റിക് പ്ലസ് ഡൈനാമിക്. കാരണം എന്താണ്? 2 എന്ന് പറയുന്ന ആ പോയിന്റ്, ആ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് അവിടെ സ്റ്റാറ്റിക്കും ഉണ്ട്, അതുപോലെ ഡൈനാമിക്കും ഉണ്ട്, പിന്നെ പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇത് മൂന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനുള്ള കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതും ഇക്വേഷൻ. ദെൻ ഈഫ് ദ വെലോസിറ്റി ഓഫ് എയർ, ഇപ്പോൾ നമ്മൾ ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി V ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ ദെൻ നമ്മൾ ആ വെലോസിറ്റി മൂലം ഉണ്ടാകുന്ന വെലോസിറ്റി പ്രഷർ അല്ലെങ്കിൽ ഡൈനാമിക് പ്രഷർ PV ഈക്വൽ ടു റോ എയറിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി, ആ ഫ്ലോ ചെയ്യുന്ന ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വെലോസിറ്റി എന്താണോ വെലോസിറ്റി അതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2. ഇനി റോ എന്ന് പറയുന്നത് എയറിൻ്റെ കേസിലെ ഡെൻസിറ്റി റോയെ നമുക്കറിയാം. എയർ ആണ് ഡക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്, നമ്മളിവിടെ എയർ കണ്ടീഷനിങ് സിസ്റ്റം ആയതുകൊണ്ട് എയർ ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ എയറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതേ ആ വാല്യൂ എന്താണോ ആ വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാൻ പറ്റും. 0.6 V² ഇൻറ്റു V² എന്ന് കിട്ടും. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഒരു ഡക്റ്റിൽ കൂടെ V എന്ന വെലോസിറ്റി ഉള്ള എയർ ഫ്ലോ ചെയ്യുവാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ വെലോസിറ്റി പ്രഷർ എന്ന് പറയുന്നത് 0.6 V² ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. അവിടെ V എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കണം.
ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രഷറിനെ MM ഓഫ് വാട്ടറിൻ്റെ ടേംസിൽ പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് V ഡിവൈഡ് ബൈ 4.04 ദ ഹോൾ സ്ക്വയർഡ്. അത്രയും MM ഓഫ് വാട്ടർ, അതായത് ഈ പി വിനെ നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ എന്ന യൂണിറ്റിൽ പറഞ്ഞു. ദെൻ MM ഓഫ് വാട്ടറിൻ്റെ ടേംസിൽ പറയുന്നു. അപ്പോൾ അതിനാണ് PV = V ഡിവൈഡ് ബൈ 4.04 ദ ഹോൾ സ്ക്വയർഡ്. ഇത് ഹോൾ സ്ക്വയർഡ് ആണ്, 2 അല്ല, മീൻസ് ഇൻറ്റു 2 അല്ല. V ഡിവൈഡ് ബൈ 4.04 ദ ഹോൾ സ്ക്വയർഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പി വിനെ 2 രീതിയിൽ എഴുതാം. ഇനി നമുക്ക് ഒരു പ്രോബ്ലമാണ്, ഈ പ്രോബ്ലം കൂടെ പറയാം. സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ദ മെയിൻ എയർ സപ്ലൈ ഡക്റ്റ് ഓഫ് ആൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഈസ് 800 mm ഇൻറ്റു 600 mm. അതായത് നമുക്കിവിടെ എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു മെയിൻ ഡക്റ്റ് ഉണ്ട്. ആ മെയിൻ ഡക്റ്റിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് 800 ഇൻറ്റു 600 mm. അപ്പോൾ അതൊരു റെക്റ്റാങ്കുലർ ഡക്റ്റാണെന്ന് നമ്മൾ ഓർത്തോണം. ഇൻ ക്രോസ് സെക്ഷൻ ആൻഡ് ക്യാരീസ് 300 m3/min ഓഫ് സ്റ്റാൻഡേർഡ് എയർ. അപ്പോൾ ഈ ഒരു മെയിൻ ഡക്റ്റ്, അതായത് 800 mm ഇൻറ്റു 600 mm എന്ന് പറയുന്ന ക്രോസ് സെക്ഷനുള്ള മെയിൻ ഡക്റ്റ്, ഓക്കെ, 800 mm 600 mm, 800 600 അങ്ങനെയുള്ള ഒരു ഡക്റ്റ്. ആ ഡക്റ്റ് 300 m3/min എന്ന രീതിയിലാണ് അതിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഇറ്റ് ബ്രാഞ്ചസ് ഇൻറ്റു 2 ഡക്ട്സ്. ഈ ഒരു മെയിൻ ഡക്റ്റ് 2 രീതിയിൽ ബ്രാഞ്ച് ചെയ്ത് പോകുന്നു എന്നാണ് പറയുന്നത്. ഈ കാണുന്ന രീതിയിൽ 2 രീതിയിൽ ബ്രാഞ്ച് ചെയ്ത് പോകുന്നു. അതിൽ ഒരു ബ്രാഞ്ചിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 600 mm ഇൻറ്റു 500 mm ആണ്. ദെൻ അടുത്ത ബ്രാഞ്ചിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 600 mm ഇൻറ്റു 400 mm ആണ്. ഓക്കെ, അപ്പോൾ 800 ഇൻറ്റു 600 എന്ന് പറയുന്ന മെയിൻ ഡക്റ്റ് 2 ബ്രാഞ്ചായിട്ട് തിരിയുന്നു. 600 ഇൻറ്റു 500ഉം 600 ഇൻറ്റു 400ഉം. ദെൻ ഇഫ് ദ മീൻ വെലോസിറ്റി ഓഫ് ദ ലാർജർ ബ്രാഞ്ച്, അതായത് ഈ 2 ബ്രാഞ്ച് ഉണ്ട്, 600 ഇൻറ്റു 500ഉം 600 ഇൻറ്റു 400ഉം. അതിൽ വലിയ ബ്രാഞ്ച് ഏതാണ്? 600 ഇൻറ്റു 500. അപ്പോൾ ഈ വലിയ ബ്രാഞ്ചിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 480 m/min. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് മീൻ വെലോസിറ്റി ഇൻ ദ മെയിൻ ഡക്റ്റ് ആൻഡ് സ്മോളർ ബ്രാഞ്ച്. നമുക്കിനി കാണേണ്ടത് ഈ മെയിൻ ഡക്റ്റിലെ വെലോസിറ്റിയും അതുപോലെ സ്മോളർ ബ്രാഞ്ചിലെ മീൻ വെലോസിറ്റി, എയറിൻ്റെ മീൻ വെലോസിറ്റിയും നമുക്ക് കണ്ടെത്തണം. ഇനി അതുപോലെ തന്നെ മീൻ വെലോസിറ്റി പ്രഷർ ഇൻ ഈച്ച് ഡക്റ്റ്, ഓരോ ഡക്റ്റിലെയും വെലോസിറ്റി പ്രഷർ, അതായത് പി വി എത്രയാണെന്ന് കണ്ടെത്തണം. 3 ഡക്റ്റിലെയും വെലോസിറ്റി പ്രഷർ എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 3 ഡക്റ്റിലെയും വെലോസിറ്റി അറിയാമെങ്കിൽ ρv²/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി പ്രഷർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇത് മെയിൻ ഡക്റ്റ്. ആ മെയിൻ ഡക്റ്റ് നമുക്ക് പറയാം 1 എന്ന് പറയുന്ന ആ മെയിൻ ഡക്റ്റ് 2ഉം 3 എന്ന് പറയുന്ന ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഗിവൺ ഡേറ്റ ആണ്. അതിൽ നമ്മൾ A1 A2 A3 എടുത്തു. ഇതാണ് നമ്മുടെ മെയിൻ ബ്രാഞ്ച് അല്ലെങ്കിൽ മെയിൻ ഡക്റ്റ്. അതിൽ ഇതാണ് 2 നമ്മൾ വലിയ ബ്രാഞ്ചായിട്ട് എടുത്തു. വലിയ ബ്രാഞ്ച് മീൻസ് 600 ഇൻറ്റു 500 mm എന്ന് പറയുന്ന ബ്രാഞ്ച് 2 ആയിട്ടെടുത്തു. 3 എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ബ്രാഞ്ചായിട്ട് എടുത്തു, 600 ഇൻറ്റു 400. അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇനിവേ മെയിൻ ബ്രാഞ്ചിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് A1 = 800 ഇൻറ്റു 600 mm. അതിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. ഇനി A2 എന്ന് പറയുന്നതാണ് അടുത്തത്. ആ മെയിൻ ഡക്റ്റ് ബ്രാഞ്ചായിട്ട് തിരിഞ്ഞതിൽ ഏറ്റവും വലിയ ബ്രാഞ്ച്. അപ്പോൾ A2 = 600 ഇൻറ്റു 500 mm = 0.3 m². A3 എന്ന് പറയുന്നത് 600 ഇൻറ്റു 400, ഏറ്റവും ചെറിയ ബ്രാഞ്ച്, 0.24 m². ഇനി നമുക്ക് എന്താ അറിയാവുന്നേ? ഇത്രയും m3/min ആണ് മെയിൻ ഡക്റ്റ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ അതിനെ നമ്മൾ Q1 എന്ന് വിളിച്ചു. അതായത് മെയിൻ ഡക്റ്റിലുള്ള ഡിസ്ചാർജിനെ നമ്മൾ Q1 എന്ന് വിളിച്ചു. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞ പോലെ ഈ ഓരോ ബ്രാഞ്ചിലുള്ളതിനെയും Q2 എന്നും Q3 എന്നും വിളിച്ചു. അപ്പോൾ Q1 മെയിൻ ഡക്റ്റിലുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 300 m3/min.
ഇനി നമുക്ക് അതോടൊപ്പം തന്നെ ലാർജർ ബ്രാഞ്ചിലെ വെലോസിറ്റി, മീൻ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ ഞാൻ V2 എന്നെടുത്തു. V2 = 480 മീറ്റർ പെർ മിനിറ്റ് ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ഇനി എന്തൊക്കെയാണ് കണ്ടെത്തേണ്ടത്? മെയിൻ ഡക്റ്റിലെയും അതുപോലെ തന്നെ ചെറിയ ബ്രാഞ്ചിലെയും വെലോസിറ്റി. മെയിൻ ഡക്റ്റിലെ വെലോസിറ്റിനെ V1 എന്നെടുത്തു, ചെറിയ ബ്രാഞ്ചിലെ വെലോസിറ്റിനെ V3 എന്നെടുത്തു. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ടത് എന്താണ്? മെയിൻ വെലോസിറ്റി പ്രഷർ. വെലോസിറ്റി പ്രഷർ നമുക്കറിയാം PV ആണെന്ന്. അപ്പോൾ നമുക്ക് 1 എന്ന മെയിൻ ഡക്റ്റിലെയും 2ഉം 3ഉം എന്ന ബ്രാഞ്ചിലെയും ഈ വെലോസിറ്റി പ്രഷർ കാണണം. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് PV1, PV2, PV3 ഇത് മൂന്നും കണ്ടെത്തണം. ഇനി ഇക്വേഷൻസ് എന്തൊക്കെ നമുക്കറിയാം? ഇത് ബ്രാഞ്ചായിട്ട് പോകുന്നതുകൊണ്ട് Q1 = Q2 + Q3 എന്നറിയാം. M1 = M2 + M3 എന്നറിയാം. അതോടൊപ്പം തന്നെ ഡിസ്ചാർജ് Q = AV എന്നറിയാം. ദെൻ വെലോസിറ്റി പ്രഷർ അല്ലെങ്കിൽ ഡൈനാമിക് പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. PV = V/4.04 mm ഓഫ് വാട്ടർ. ഇപ്പോൾ നമുക്കതിനെ Nm/m² വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. ഇവിടെ mm ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് ബാക്കി 2 മെയിൻ ഡക്റ്റിലെയും അതോടൊപ്പം തന്നെ സ്മോളർ ബ്രാഞ്ചിലെയും വെലോസിറ്റിയാണ്. കാരണം വെലോസിറ്റി കിട്ടിയാൽ നമുക്ക് ഡൈനാമിക് പ്രഷർ കണ്ടെത്താം. അപ്പോൾ നമുക്കിനി കാണേണ്ടത് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് മീൻ വെലോസിറ്റി ഇൻ ദ മെയിൻ ഡക്റ്റ് കാണണം. മെയിൻ ഡക്റ്റിലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? Q1 തന്നിട്ടുണ്ട്. മെയിൻ ഡക്റ്റിൻ്റെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. നമുക്കിനി കാണേണ്ടത് മെയിൻ ഡക്റ്റിൻ്റെ വെലോസിറ്റിയാണ്, V1. അപ്പോൾ മെയിൻ ഡക്റ്റിൻ്റെ വെലോസിറ്റി V1 = നമുക്കറിയാം Q = AV ആണെന്ന്. അങ്ങനെയെങ്കിൽ Q1 = A1 V1. അതിൽ A1 അറിയാം, Q1 അറിയാം. അപ്പോൾ V1 = Q1/A1. അതിൽ Q1 അറിയാം, A1 അറിയാം. അപ്പോൾ നമുക്ക് V1 കിട്ടുന്നു ഇത്രയും മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മെയിൻ ബ്രാഞ്ചിലെ വെലോസിറ്റി നമുക്ക് കിട്ടി. V1 = 10.4 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് കാണേണ്ടത് അടുത്ത വെലോസിറ്റി നമുക്ക് കാണേണ്ടത് സ്മോളർ ബ്രാഞ്ചിലെ വെലോസിറ്റി കാണണം. ഇനി ഇവിടെ പക്ഷേ സ്മോളർ ബ്രാഞ്ചിലെ വെലോസിറ്റി കാണണമെങ്കിൽ സ്മോളർ ബ്രാഞ്ചിൽ കൂടെ എത്രയാണ് ഡിസ്ചാർജ് എന്ന് കാണണം, Q2. കാരണം Q2 കിട്ടിയാലേ Q2 = A2 × V2 എന്നാണ്. Q2 = A2 × V2. A2 നമുക്കറിയാം. അപ്പോൾ V2 എന്ന് പറയുന്നത് ലാർജർ ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ലാർജർ ബ്രാഞ്ചിൻ്റെ കേസിൽ നമുക്ക് ലാർജർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റിയായ V2 അറിയാം. ഇനി ലാർജർ ബ്രാഞ്ചിൻ്റെ ഏരിയയും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ Q2 = A2 × V2 എന്ന് പറയുന്നു. അതിൽ A2 എന്ന് പറയുന്നത് ആ ലാർജർ ബ്രാഞ്ചിൻ്റെ ഏരിയയും V2 എന്ന് പറയുന്നത് ലാർജർ ബ്രാഞ്ചിൻ്റെ മീൻ വെലോസിറ്റിയാണ്. അപ്പോൾ അതുപയോഗിക്കുമ്പോൾ നമുക്ക് ആ ലാർജർ ബ്രാഞ്ചിൽ കൂടെയുള്ള ഡിസ്ചാർജ് Q2 എത്രയാണെന്ന് കിട്ടുന്നു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം Q1 = Q2 + Q3 ആണെന്ന്. Q1 നമുക്ക് തന്നിട്ടുണ്ട്, Q2 നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു. Q2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ വലിയ ബ്രാഞ്ചിലെ വെലോസിറ്റി ഇൻറ്റു ആ വലിയ ബ്രാഞ്ചിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Q2 കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് സ്മോളർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റിയാണ്. സ്മോളർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റി കാണണമെങ്കിൽ സ്മോളർ ബ്രാഞ്ചിലെ ഡിസ്ചാർജ് എന്താണ്, അതുപോലെ തന്നെ സ്മോളർ ബ്രാഞ്ചിൻ്റെ ഏരിയ എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് സ്മോളർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Q3 = A3 × V3 എന്നാണ്. Q3 നമുക്കറിയത്തില്ല, V3 നമുക്കറിയത്തില്ല, ആകെ അറിയാവുന്നത് A3 മാത്രമാണ്. അപ്പോൾ ഇനി എങ്ങനെ ഈ Q3 കണ്ടുപിടിക്കും? Q3 = നമുക്കറിയാം Q1 = Q2 + Q3 എന്നാണ്. അങ്ങനെയെങ്കിൽ Q3 = Q1 + Q2 എന്നാണ്. Q1 നമുക്ക് തന്നിട്ടുണ്ട്, Q2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ Q3 നമുക്ക് കിട്ടി. ഓക്കെ, Q3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി V3 കാണാം. V3 = Q3/A3. അങ്ങനെ V3 എന്ന് പറയുന്ന വെലോസിറ്റി കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് Q = AV എന്നും Q1 = Q2 + Q3 എന്ന Q1 = Q2 + Q3 എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് V3 എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച്, സ്മോളർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റിയും കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഓരോ ബ്രാഞ്ചിലെയും എന്താണ് വെലോസിറ്റി പ്രഷറാണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിലെയും വെലോസിറ്റി കിട്ടിയതുകൊണ്ട് നമുക്കിനി എളുപ്പം വെലോസിറ്റി പ്രഷർ കിട്ടും.
കാരണം വെലോസിറ്റി പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/4.04 ആണ്. സോ മെയിൻ ഡക്റ്റിൻ്റെ വെലോസിറ്റി പ്രഷർ PV1 = V1/4.04 V1 അറിയാം. അപ്പോൾ നമുക്ക് 6.62 mm ഓഫ് വാട്ടർ എന്ന് കിട്ടുന്നു. ഇനി ഇതുപോലെ തന്നെ ലാർജർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റി 2 എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ വെലോസിറ്റി V2 നമുക്കറിയാം. സോ PV2 = V2/4.04 അപ്പോൾ 3.92 mm ഓഫ് വാട്ടർ എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് നമുക്ക് സ്മോളർ ബ്രാഞ്ച് 3 അതിൻ്റെ ഡൈനാമിക് പ്രഷറാണ്. സോ വെലോസിറ്റി പ്രഷർ ഇൻ ദ സ്മോളർ ബ്രാഞ്ച് PV3 = V3/4.04 V3 അറിയാം. സോ 7.14 mm ഓഫ് വാട്ടർ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് മെയിൻ ഡക്റ്റ് ഉണ്ട്. മെയിൻ ഡക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 10 ഇവിടെ കാണിക്കുന്നതായിരിക്കും എളുപ്പം 10.4 m/s ആണ് മെയിൻ ഡക്റ്റിൻ്റെ വെലോസിറ്റി. ലാർജർ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റി കണ്ടോ, അതിൻ്റെ ക്രോസ് സെക്ഷൻ കൂടിയതുകൊണ്ട് എന്ത് സംഭവിച്ചു, ആ ബ്രാഞ്ചിൻ്റെ വെലോസിറ്റി കുറഞ്ഞു, 8 ആയി. അതേസമയം സ്മോളർ ബ്രാഞ്ച് അതിൻ്റെ ക്രോസ് സെക്ഷൻ കുറവായതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി കൂടി. അപ്പോൾ വെലോസിറ്റി കൂടിയാൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും, ഈ പറയുന്ന ഡൈനാമിക് പ്രഷർ കൂടുന്നു. അപ്പം ഇത്തരത്തിൽ നമ്മൾ ഒരു ഡക്റ്റ്, ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഒരു മെയിൻ ഡക്റ്റ്, അത് ബ്രാഞ്ചായിട്ട് ഇരിക്കുന്നു. ഇതുപോലെ ഒരുപാട് ഡക്റ്റുകൾ കണക്റ്റഡ് ആയിട്ട് വരുമ്പോൾ അവിടുത്തെ എല്ലാം വെലോസിറ്റി അതുപോലെ തന്നെ പ്രഷർ അവിടെ എല്ലാം വേരിയേഷൻസ് ഉണ്ടാകും. ഈ വേരിയേഷൻസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ട്, സ്യൂട്ടബിളായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് വേണം നമുക്കെപ്പോഴും റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഒരു സ്യൂട്ടബിൾ വെലോസിറ്റിയിലുള്ള എയർ ആയിരിക്കണം. സ്യൂട്ടബിൾ മീൻസ് ആ റൂം എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈൻ അല്ലെങ്കിൽ റൂമിൻ്റെ കംഫർട്ട് കണ്ടീഷന് ചേരുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെലോസിറ്റി ആയിരിക്കണം റൂമിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഡക്റ്റുകൾ വരുമ്പോൾ നമ്മൾ ഓരോ ഡക്റ്റിൻ്റെയും സൈസ്, അതിലെന്തുമാത്രം വെലോസിറ്റിയിൽ എയർ ഫ്ലോ ചെയ്യണം, അവിടെ എന്തുമാത്രം പ്രഷർ, മാത്രമല്ല ഫ്രിക്ഷൻ മൂലം പ്രഷർ ലോസ് ഉണ്ടാകാം, ആ പ്രഷർ ലോസ് എങ്ങനെയാണ്, അവിടുത്തെ സ്റ്റാറ്റിക് പ്രഷർ എന്ത് വേണം, ഡൈനാമിക് പ്രഷർ എന്ത് വേണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുന്നു. സൂട്ടബിളായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ലോസസ് മാക്സിമം ഉണ്ടാകാവുന്ന ലോസുകൾ കുറയ്ക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ കണ്ടീഷൻ എയർ അത് എന്താണോ ആ റൂം ഡിസൈൻ കണ്ടീഷൻ, ആ ഡിസൈൻ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള എയർ ആയിരിക്കണം. മറിച്ച് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആ റൂം ഡിസൈൻ കണ്ടീഷൻ എന്താണോ ആ ഡിസൈൻ കണ്ടീഷന് വ്യത്യാസം വരുത്തുന്ന ഒരു സപ്ലയർ ആവരുത്. ഓക്കെ, അപ്പോൾ എയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാനുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് റൂമിന് സൂട്ടബിൾ ആയിരിക്കണം. അതുപോലെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ എയർ അതെന്ന് പറയുന്ന ആ റൂം മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ എന്താണോ അതിന് സൂട്ടബിൾ ആയിരിക്കണം. അപ്പോൾ ഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ പ്രഷർ ലോസ് ഉണ്ടാകും, അതുപോലെ തന്നെ വെലോസിറ്റിക്ക് വേരിയേഷൻസ് വരാം. ഇതൊക്കെ സ്യൂട്ടബിളായിട്ട് അവിടെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇനി ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രിക്ഷൻ മൂലം ഉള്ള പ്രഷർ ലോസ് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. താങ്ക് യു.